പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഫാമിലിയും കൂട്ടി തുടരും എന്ന ചിത്രം കാണാൻ പോയി. അതുകൊണ്ടാണ് വീഡിയോ വൈകിയത്. ഇന്ന് തിയേറ്ററിൽ തിരക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും മികച്ച തിരക്കാണ് കാണുന്നത്. ഇനി 11 മണിക്ക് 2 ഷോ, 11:30 ഒരു ഷോയും കൂടി ഉണ്ട്. 3 ഷോകളോട് ഇനി നടക്കാനുണ്ട്. അപ്പം 7, 7:15, 7 മണി, 7:30 അങ്ങനെ ഷോയുടെ എണ്ണം കൂടുതൽ. ഏകദേശം എനിക്കൊന്ന് 15-20 ഷോകളും ഉണ്ടെന്ന് തോന്നുന്നു. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലായിടത്തും സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫുൾ ഷോകൾ തന്നെയാണ് എല്ലാവരും. ഇതിനിടയിൽ തുടരും എന്ന ചിത്രത്തെപ്പറ്റി വർക്കിംഗ് ഡേയിൽ കളക്ഷൻ കുറയുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നൊരു കാര്യം. സാധാരണ വർക്കിംഗ് ഡേയിൽ കളക്ഷൻ കുറയുന്നതാണ്. പക്ഷേ തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയുമോ എന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലെ വൈകുന്നേരം കിട്ടിയ പ്രീസെയിൽ കളക്ഷൻ പ്രകാരം 4,20,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഒരു 6 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കാവുന്ന തുക തന്നെ കിട്ടും കേരളത്തിൽ നിന്ന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. തന്നെ ഓവർസീസ് കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 4.90 മില്യനാണ് കിട്ടിയിരിക്കുന്നത്. അത് 5 മില്യൺ അടുത്ത് ഏകദേശം 41,85,00,000 രൂപയാണ് അത് കിട്ടിയിരിക്കുന്നത്. എനിക്ക് എമ്പുരാന് ശേഷം 2ാം സ്ഥാനത്ത് ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 9.195 മില്യനാണ്. അത് പതിവുപോലെ തന്നെ ആവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. നോർത്ത് അമേരിക്കയിൽ നിന്ന് 749K കിട്ടിയിട്ടുണ്ട്. UK അയർലൻഡിൽ നിന്ന് 352K, ഓസ്ട്രേലിയയിൽ നിന്ന് 366K, ന്യൂസിലാൻഡിൽ നിന്ന് 69K, യൂറോപ്പിൽ നിന്ന് 132K, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് 82K. അങ്ങനെയാണ് 4.90 ഏകദേശം 41,85,00,000 രൂപ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി ഇന്ത്യയിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും സാമാന്യം നല്ല കളക്ഷൻ തന്നെയാണ് ഈ ചിത്രത്തിന് നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ 20,30,00,000 രൂപയാണ് ഇന്നലെ 3ാം ദിവസം വരെ നേടിയിരിക്കുന്നത്. കർണാടകത്തിൽ നിന്നും പതിവ് മോഹൻലാൽ ചിത്രം ആവർത്തിക്കുന്ന ആ തരംഗം ഇതിനും ആവർത്തിക്കും. എമ്പുരാനും കളക്ഷൻ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ 3 ദിവസം കൊണ്ട് 2,90,00,000 രൂപയാണ് അവിടുന്ന് കർണാടകത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നോർത്തിൻ്റെ വേറെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 1,75,00,000 രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 1,60,00,000 രൂപ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നീ സ്ഥലങ്ങളിൽ നിന്ന് 85,00,000 രൂപ. അങ്ങനെ 27,40,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് 69,25,00,000 രൂപ എന്ന തുകയിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. ഏകദേശം എല്ലാവർക്കും കണക്ക് കൃത്യമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ കണക്കുകളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തിങ്കളാഴ്ച ദിവസം എങ്ങനെ കളക്ഷൻ പോകും എന്ന് തന്നെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. തിങ്കളാഴ്ച ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീഫെയിൽ ഇനത്തിൽ 4.20 കോടി രൂപയാണ്, 4,20,00,000 രൂപയാണ് ഇത് നേടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു 6 കോടി 7 കോടി റേഞ്ചിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം വർക്കിംഗ് ഡേയിലാണ് സാധാരണ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയാനുള്ള സാധ്യത. പക്ഷേ തുടരും എന്ന ചിത്രത്തിനെ സംബന്ധിച്ച് വർക്കിംഗ് ഡേയോ ഹോളിഡേയോ ഒന്നും വ്യത്യാസമില്ലാതെ ഇതൊരു അശ്വമേധം പോലെ നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വർക്കിംഗ് ഡേയിൽ, ആദ്യത്തെ വർക്കിംഗ് ഡേ തിങ്കളാഴ്ച ദിവസം ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ തുകയാണ് ഇത് എന്നൊന്നും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നൊരു 6 കോടി 7 കോടി റേഞ്ചിലേക്ക് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡായിട്ട് ഒരു 18-20 ലക്ഷം, 20 കോടി, ഏകദേശം 15-നും 20 കോടിക്കും ഇടയ്ക്കുള്ള തുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു 90 കോടി രൂപയിലേക്ക് ചെന്ന് നിൽക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ പുതിയ കളക്ഷനൊക്കെ വരുമ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും നാളത്തെ കളക്ഷനായാലും ചൊവ്വാഴ്ച ദിവസത്തെ കളക്ഷനായാലും ബുധനാഴ്ച ദിവസത്തെ കളക്ഷനായാലും എല്ലാം വലിയ ബഹുദൂരമാണിത് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ ഇത് 100 കോടി കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ 100% വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം ടിക്കറ്റ് ബുക്കിംഗ് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 18,000-19,000 ടിക്കറ്റാണ് ഇപ്പോഴും വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ചിത്രം ഇറങ്ങി 4ാമത്തെ ദിവസം ആയപ്പോഴും
ഇത് 19,000 ടിക്കറ്റ് വിറ്റ് പോകുന്നു എന്നറിയുമ്പം ലാലേട്ടൻ്റെ പവർ, അതുപോലെ തുടരും എന്ന ചിത്രത്തിൽ ജനങ്ങൾക്ക് എന്തുമാത്രം സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം നോക്കി കാണേണ്ട കാര്യമാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കളക്ഷൻ കുറയാനുള്ള സാധ്യത കാണുന്നില്ല. ഒരേപോലെ ഹോളിഡേയ്സിലും വർക്കിംഗ് ഡേയിലും ഒരേപോലെ ചിത്രം മുന്നേറുന്നുണ്ടെങ്കിൽ അത് ആ ചിത്രത്തിൻ്റെ പവർ തന്നെയാണ്. ഒത്തിരി നാളിന് ശേഷം കുടുംബ പ്രേക്ഷകരെ മലയാള സിനിമ കാണുവാൻ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സന്തോഷകരമായ കാഴ്ചയാണ്. അത് തിയേറ്റർ ഉടമകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് കുറവുള്ള ചിത്രം, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ രീതിയിൽ ആസ്വദിക്കുന്ന ഒരു ചിത്രമായി തുടരും. ഒരു എന്താ പറയുന്നത്, മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയിടുന്ന ഒരു ചിത്രമായിട്ട് മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. തുടരും വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ.